ഹലോ, അവർ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ പരിപാടികളാണ് കേട്ടോ. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതല്ല, ഡോറ് തുറന്നപ്പോഴത്തേക്ക് ലൂക്കാപ്പി എടുത്ത് ചാടിയതാണ് കേട്ടോ. അപ്പോൾ അതേ അപ്പുറത്ത് അമ്മാമ്മ ചെടിക്കെല്ലാം വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോഴത്തേക്കിന് ഞാൻ ഒഴിക്കാമെന്ന് പറഞ്ഞത് പുറകെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാളാണ് അമ്മാമ്മയെ സഹായിക്കുന്ന ആളിപ്പം. എന്നൊന്നുമില്ല കേട്ടോ, ഇപ്പോൾ ഇറങ്ങിയപ്പോൾ കണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് മത്തി വാങ്ങിയതിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു കറി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ തക്കാളി ഇട്ടിട്ട് കറി വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും. പിന്നെ ഒരു തക്കാളിയുടെ പകുതി മാത്രമാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി ഫുൾ എടുക്കാനുള്ള ഒരു ഇതില്ല, കാരണം ആദ്യമായിട്ട് ചെയ്യുന്നതായത് കാരണം കൊള്ളാമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എന്തായാലും പകുതി തക്കാളി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ചട്ടിക്ക് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിനകത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണയൊന്നുമല്ല. അപ്പോൾ അതിനകത്തിലേക്ക് എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിനകത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് അപ്പോൾ അതിന് ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം കുറേ നാളത്തെ ഇടവേളകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫുഡ് ചെയ്യുന്ന ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ. ചില സാങ്കേതിക കാരണങ്ങളാൽ വീഡിയോസൊന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഇപ്പം മീൻ കറി വെക്കാമെന്ന് വെച്ചാൽ എല്ലാവർക്കും മീൻ കറി വെക്കാനറിയാം. അപ്പം വീണ്ടും മീൻ കറി വെച്ച് കാണിക്കണ്ടായല്ലോ എന്ന് വിചാരിച്ചാണ്. പിന്നെയും വിചാരിച്ച് എന്നാൽ ഒന്ന് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മല്ലിപ്പൊടി എല്ലാവരും ഒന്നും ഇട്ട് മീൻകറി വെക്കത്തില്ലായിരിക്കാം, പക്ഷേ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഓരോരുത്തരും മീൻകറി വെക്കുന്ന ഓരോ സ്റ്റൈലായതുകൊണ്ടാണ് ചിലവർ മല്ലിപ്പൊടി ഇടും, ചിലവർ മല്ലിപ്പൊടി ഇടത്തില്ല. അപ്പോൾ വെള്ളം ഞാൻ ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് അതിനകത്തിലേക്ക് ഞാനാണെങ്കിൽ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉലുവാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് മീൻകറി വയ്ക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട സാധനങ്ങളാണല്ലോ. അപ്പോൾ അതിന് ശേഷം ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. പിന്നെ മീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പുളിയല്ലേ. അപ്പോൾ തക്കാളി ഇട്ടത് കാരണം ഞാൻ 2 പുളി മാത്രമേ ഇട്ടു, 2 പീസ് പുളിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ ആ മീനിൻ്റെ തലയൊക്കെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയായിരുന്നു കേട്ടോ. എന്നിട്ട് മീൻ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ പെറുക്കി ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഇടുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. എന്നിട്ട് അതിനുശേഷം എല്ലാം ഞാനിങ്ങനെ പെറുക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 2 ഒന്ന് മുറിക്കാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ ഈ സമയത്ത് മുറിച്ചു. അപ്പോൾ ഇതെല്ലാം ഓർത്തപ്പോഴാണ് ഉപ്പിടാൻ ഞാൻ അങ്ങ് മറന്നുപോയത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിന് മണ്ടയിലോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മളതൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ. ഇനി നല്ലതുപോലെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ച് അത് അവിടെ ഇരുന്ന് പറ്റി ഒന്ന് വെന്ത് സെറ്റായിട്ട് വരണം. അപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീൻകറി ഇവിടെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കാഴ്ചയിലല്ലല്ലോ, നമ്മൾ കഴിച്ച് നോക്കുമ്പോൾ ടേസ്റ്റ് വരണം. അപ്പോൾ എന്തായാലും നല്ല മീൻകറി തന്നെയാണ് കേട്ടോ. അപ്പം ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇപ്പോൾ പ്രതീക്ഷിക്കാതെ അപ്പുറം സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.